നിങ്ങൾ എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മുടെ അണ്ണാമലൈ തമിഴ്നാട്ടിൽ കുതിച്ചു കയറി റൊമ്പം ശീക്രമാ വേഗത്തിൽ കയറി വന്ന ആ സ്പീഡിനിടയിൽ ഒരു ഘട്ടത്തിൽ അടുത്ത തവണ BJP അധികാരത്തിൽ വന്നില്ലെങ്കിൽ താൻ എന്തൊക്കെയോ കാണിക്കുമെന്ന് പറഞ്ഞ് ശപഥം ചെയ്ത് ചെരുപ്പിടാതെ ചാട്ടവാറുകൊണ്ട് ശരീരത്തടിച്ച് സ്വയം ശിക്ഷ ഏറ്റുവാങ്ങിയ ഒരു ശപഥമൊക്കെ നമ്മൾ കണ്ടിരുന്നു. IPSകാരനാണ്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കാവോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ശ്രീലേഖ IPS മാഡം രംഗത്ത് വന്നതോടുകൂടി ആ സംശയമൊക്കെ എനിക്കങ്ങ് മാറി. എന്ന് മാത്രമല്ല, അണ്ണാമലയോട് കുറച്ചുകൂടി ഒരു ഇഷ്ടമൊക്കെ തോന്നി. കാരണം അണ്ണാമല ഒന്നുമല്ലെങ്കിൽ അവരവരുടെ ശരീരത്തെ അടിച്ചാണ് വേദന അനുഭവിച്ചത്. എന്തായാലും അങ്ങനെ അണ്ണാമല സംഗതിയൊക്കെ റെഡിയായി നിന്നു. വീണ്ടും തിരഞ്ഞെടുപ്പ് നടന്നു. ദേ വന്ന TVK ഭരണം പിടിച്ചുകൊണ്ടങ്ങ് പോയി തമിഴ്നാട്ടിലെ. ഇപ്പം മുഖ്യമന്ത്രിയായെന്ന് മാത്രമല്ല, ഘടകകക്ഷികളിൽപ്പെട്ടവർ ഒരുപാട് പേർ മുഖ്യമന്ത്രിയായി. അപ്പോൾ ദേ ഒരു മോഹമുദിച്ചതുപോലെ നമ്മുടെ അണ്ണാമലൈ പുതിയൊരു പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നത്രേ. BJPയിൽ നിന്ന് അദ്ദേഹം പിന്മാറുകയാണെന്ന്. കുറ്റം പറയാനൊക്കത്തില്ല. സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, എത്ര കാലം കാത്തിരിക്കണം തമിഴ്നാട്ടിലൊക്കെ ഒരു മന്ത്രിയാകണമെങ്കിൽ? പാടാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അസൂയക്കാരും കുശുമ്പുകാരും എല്ലാം അദ്ദേഹത്തിനെ പണിഞ്ഞ് പല പല പദവികളിലെത്തുകയും അവിടെ നിന്ന് ഉപരാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും ഒക്കെ ഉണ്ടാകുന്നെങ്കിലും അണ്ണാമലയുടെ കാര്യം എണ്ണാമലയായി തുടരുകയാണ്. അതുകൊണ്ട് ഇനി തൻ്റെ ജീവിതം അങ്ങനെ കളയാനില്ല എന്ന് തീരുമാനിച്ചാകണം ഏതായാലും അണ്ണാമലൈ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു. എല്ലാവിധ ആശംസകളും അണ്ണാമലയ്ക്ക് നേരുകയാണ്. കാരണം തമിഴ്നാട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കി രംഗത്ത് വന്നാൽ, ഏതെങ്കിലുമൊക്കെ ഒരു മുന്നണിയുടെ ഭാഗമായാൽ അണ്ണാമലയ്ക്കും വേണമെങ്കിലൊരു മന്ത്രിയായി സ്റ്റേറ്റ് കാറിലൊക്കെ നടക്കാം. ഇല്ലെങ്കിൽ ഈ അടിയും കൊണ്ട് പുളിയും കുടിച്ച് സിവിൽ സർവീസും പോയി ഞങ്ങളുടെ ഇവിടുത്തെ സരിനെ പോലെ ഞാൻ അലഞ്ഞു തിരിയാമെന്നല്ലാതെ വേറെ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. അപ്പം അണ്ണാമലയുടെ ആ നീക്കം ഇപ്പോൾ ഇന്ന് ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലെന്താണ് സംഭവിക്കുന്നതെന്ന് ബാക്കി നമുക്ക് നോക്കിയിരിക്കാം, കാണാം.